നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മക്കള് കുഞ്ഞുങ്ങളാ, അവർക്കൊന്നും തിരിയുന്നില്ല എന്ന്. മനുഷ്യ നിനക്കാതിരിയാത്തത് നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സീനാൻ 3 വയസ്സ് കഴിഞ്ഞു, നേഴ്സറി കൊണ്ടുവിട്ടു. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇവനെ നേഴ്സറി കൊണ്ടുവിട്ടു. ഒരു ദിവസം വ്യാഴാഴ്ച വൈകിട്ട് ദുആ ചെയ്യാനിരുന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ആമീൻ പിടിക്കടാ. ആമീൻ പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആമീൻ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഓൻ ഇങ്ങനെ വിളിക്കാം, പൊഴാ നിൽക്കണ പോലെ നിൽക്കണം. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ പിടിക്കട, ഇങ്ങനെ ആമി. അല്ല വാപ്പ ഇങ്ങനെ. ഇവൻ എന്നെ പഠിപ്പിക്കാം. അവസാനം എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. ഞാൻ ചോദിച്ചു, മോനെ ഇത് ആര് പഠിപ്പിച്ചു? അപ്പൊ പറഞ്ഞു, സ്കൂളിൽ നേഴ്സറിയിൽ എല്ലാവരും ഇങ്ങനെ പിടിക്കണേന്ന്. ഞാനിപ്പോൾ നേഴ്സറി പോലും ഓനെ വിടുന്നില്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെല്ലാം തറയ്ക്കുന്നുണ്ട്. ആ പിഞ്ച് ഹൃദയത്തിൽ പലതും തറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, 3 സമയം വാപ്പയുടെയും ഉമ്മയുടെയും റൂമിലേക്ക് കടക്കണമെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ അനുവാദം ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. 3 സമയം സ്വന്തം പ്രായപൂർത്തിയാകാത്ത 7, 8, 9 വയസ്സുള്ള മക്കൾ സ്വന്തം വാപ്പാന്റെ ഉമ്മാന്റെ റൂമിൽ പോകണമെങ്കിൽ 3 അവസരത്തിൽ അനുവാദം ചോദിക്കണം. ഒന്നാമത്തെ സമയം സുബഹിക്ക് മുമ്പുള്ള സമയം, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം. 2 ഉച്ച സമയം, 3 ഇശാഇന്റെ ശേഷമുള്ള സമയം. എന്താ ഈ സമയത്തിന്റെ പ്രത്യേകത? സുബഹിക്ക് മുമ്പുള്ള സമയം രണ്ടുപേരും നല്ല ഉറക്കത്തില. രണ്ടുപേരുടെയും ഔറത്തുകൾ ചിലപ്പോൾ വെളിവായി കിടക്കാം. മക്കൾ ചാടിക്കേറി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മാന്റെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്, വാപ്പയുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ആ മക്കളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഉമ്മാന്റെയും ഉപ്പാന്റെയും ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല എന്ന് സൂക്ഷിക്കണേ എന്ന് ഖുർആൻ പറയുമ്പോൾ, ഇന്ന് നിങ്ങൾ ചിന്തിക്ക്, 10-30 വയസ്സുണ്ട് വാപ്പയ്ക്ക്, 10-20 അല്ലെങ്കിൽ 35 വയസ്സുണ്ട് ഉമ്മയ്ക്ക്, 17 വയസ്സുള്ള പൊന്നുമോൻ, 16 വയസ്സുള്ള പൊന്നുമോൾ. അള്ളാഹുവേ, വാപ്പയും ഉമ്മയും 2 മക്കളും ഇരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാണുന്ന കാലവാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, അരപ്പാവാട ഇട്ട് ആടുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഒരുമിച്ചിരുന്ന് കാണുന്ന ഇവന്റെയൊക്കെ മക്കള് പോയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. 18 തികയുന്നതിന് മുമ്പേ രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ട് നിൽക്കാ എല്ലാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. ലോകത്ത് വളർന്നിട്ടുള്ള എല്ലാ മക്കളെയും ഉമ്മ വളർത്തിയതാ. ഉമ്മ വളർത്തിയ ഏതെങ്കിലും ഒരു മകൻ തലതിരിഞ്ഞു പോയ ചരിത്രമുണ്ടോ? ഉമ്മ വളർത്തിയ ഏതെങ്കിലും ഒരു മകൻ നിങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്, എത്രയോ മഹാരഥന്മാരുടെ ചരിത്രം എടുത്തു നോക്കൂ. ഉമ്മ വളർത്തിയ മക്കളെ നന്നായിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മ വളർത്തിയ ഒരു മകനും തലതിരിഞ്ഞു പോയിട്ടില്ല. പക്ഷെ ചില മക്കൾ തലതിരിഞ്ഞു പോകാറുണ്ട്. ചില മക്കൾ നല്ല പോലെ പോറ്റി വളർത്തിയിട്ട് കണ്ടവനെ കാണുമ്പോൾ ഇറങ്ങി പോകുന്ന മക്കളുണ്ട്. ഓനെക്കുറിച്ച് എന്താ പറയാനാ? എന്റെ പ്രിയപ്പെട്ടവരോട്, സ്വന്തം മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തും, എന്നിട്ട് അവസാനം തലതിരിഞ്ഞു പോകുന്ന മക്കളുണ്ട്. കണ്ടില്ലേ, തലശ്ശേരിയിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി തന്റെ വാപ്പ കോടതിയുടെ മുന്നിൽ കടന്ന് യാചിക്കുന്നു, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നത്, ആ വിളി ആദ്യമായിട്ട് വിളിച്ചതാരെന്നറിയും? ഒരു വാപ്പ പണ്ട് ആ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് കൊല്ലം മുമ്പ് ഖുർആൻ പറയുന്നുണ്ട്, മോളെ റാഹില നീ പോകല്ലേ എന്നൊരു വാപ്പ വിളിച്ച വിളി കേരളം മുഴുവനും കേട്ടതാ. എല്ലാരും ആ വിളി കേട്ടിട്ട് വേദനിച്ചു. പക്ഷെ ആ വിളി ആദ്യമായിട്ട് വിളിച്ചതാരെന്നറിയുമോ? ഷയ്യുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. ആ വിളി ആദ്യമായിട്ട് വിളിച്ചത് നൂഹ് നബിയ. തന്റെ പൊന്നുമോൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ ആ വാപ്പ വിളിച്ച വിളിയാണ് യാ ബുനയ്യ ഇർകബ് മഅന. എന്തർത്ഥം? ആ വാപ്പ വിളിച്ചതാണ് യാ ബുനയ്യ, പൊന്നുമോനെ വാടാ കേറടാ. അപ്പയാടാ വിളിക്കുന്നത്, രക്ഷപ്പെടടാ, ഇവിടെ ഉമ്മാരുടെ കൂടെ കൂടല്ലേ, കപ്പലി കേറുന്ന ആ വാപ്പ വിളിച്ച വിളിയാ. എന്നിട്ടും ആ മോൻ തലതിരിഞ്ഞു പോയി. എന്നിട്ടും ആ പൊന്നുമോൻ വാപ്പയോട് പറഞ്ഞ മറുപടി, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും വാപ്പ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറഞ്ഞു, തന്റെ പൊന്നുമോൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വെള്ളത്തിൽ മുങ്ങി ചത്തു മലർന്നു കിടന്നപ്പോ ആ വാപ്പയുടെ കണ്ണ് നിറഞ്ഞു. 18 കൊല്ലം 19 കൊല്ലം അള്ളാഹുവെ നേരെ ചൊവ്വ പോറ്റി വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന മക്കളുള്ള വാപ്പമാര് പറയാ, നീ കരയല്ലേ വാപ്പ, നിനക്ക് സമാധാനം ഖുർആൻ പറഞ്ഞതാ. മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് തലതിരിഞ്ഞു പോകുന്ന മക്കളുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നൂഹ് നബി കരഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്ത മറുപടി, ഫഇന്നഹു ലൈസ മിൻ അഹ്ലി, കരയല്ലേ നബിയെ, ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല.
പാപ്പാ നിന്റെ രക്തത്തിൽ പിറന്നേ ഉള്ളൂ, ഉമ്മച്ചി നിന്റെ വയറ്റി അവള് വന്നേ ഉള്ളൂ, അവള് നിന്നി പെട്ടവളല്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുതി തള്ളിയേക്കണം, അങ്ങനെയുള്ള ജന്തുക്കളെയൊക്കെ എഴുതി തള്ളിയേക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പാപ്പാ നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ മക്കൾ ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് തെറ്റിദ്ധാരണയാ നിനക്ക്. അവർക്കെല്ലാം അവരുടെ മനസ്സിൽ, അവരുടെ പ്രിഞ്ച് ഹൃദയങ്ങളിൽ എല്ലാം തറയ്ക്കുന്നുണ്ട്. അതിനൊരു ചരിത്രം അല്ലാഹുവിന്റെ റസൂല് പറയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, പിഞ്ചു കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള, പ്രായപൂർത്തിയാകാത്ത മക്കള് വീട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പഠിക്കാ. അല്ലാഹുവേ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് 2 ആമക്കളാണുള്ളത്. പടച്ചവനെ, പ്രിയപ്പെട്ട ഭാര്യ ഒരു ദിവസം അവരുടെ വീട്ടിനകത്ത് എന്തൊരു സന്തോഷമെന്നറിയുവോ? ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. ആ സന്തോഷത്തിന്റെ കാരണം എന്തെന്നറിയുവോ? അവരുടെ വീട്ടിലെന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാള് വരുന്നുണ്ട്. ഒരാൾ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയാണ്. ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. അങ്ങനെ ചാടണമെങ്കിൽ ആരായിരിക്കും വരേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകനും 2 സഹാബത്തും വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെന്ന് ജാബിർ തങ്ങൾ അറിയുമ്പോ സന്തോഷം അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്നിട്ട് ഒരു ആട്ടിനെ പിടിക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ കൊടുക്കണമല്ലോ. ഒരാടിനെ പിടിച്ച് കൈകാല് കെട്ടിയിട്ട് റബ്ബേ ആടിനെ അറുക്കുകയാ. എന്നിട്ട് പെട്ടെന്നതിന്റെ തോരെല്ലാം ഉരിഞ്ഞിട്ട് റബ്ബേ ഇറച്ചി റെഡിയാക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്ത് ചപ്പാത്തി റെഡിയാക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും കൂട്ടുകാർക്കും കൊടുക്കുന്നതിന് വേണ്ടി ഭർത്താവ് ഇറച്ചി വെക്കുന്നു, ഭാര്യ ചപ്പാത്തി റെഡിയാക്കുന്നു. 2 മക്കള് വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, അവരിങ്ങനെ സന്തോഷത്തോടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യയും ഭർത്താവും തമാശകൾ പറഞ്ഞുകൊണ്ട് അടുക്കളയിലിരിക്കുമ്പോ വെളിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളിൽ മൂത്തവനുണ്ടല്ലോ, അനുജനോട് ചോദിച്ചു, മോനെ, വാപ്പാടിനെ അറുത്തതെന്റെ പൊന്നുമോൻ കണ്ടോ? ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുകയാണ്, വാപ്പാടിനെ അറുക്കുന്നതെന്റെ പൊന്നുമോന് കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ലയിക്കാ. ജ്യേഷ്ഠൻ ചോദിച്ചു, എന്റെ പൊന്നുമോന് കാണണോ? വാപ്പ എങ്ങനെയാണ് ആടിനെ അറുത്തതെന്ന് എന്റെ പൊന്നാര മകന് കാണണോ? ആ പൊന്നാര അനുജൻ പറഞ്ഞു, എനിക്ക് കാണണമിക്കാ. ജാബിർ തങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ, പടച്ച റബ്ബേ, വാപ്പാടിന് അറുത്ത കത്തിയെടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ടൊരു കയറെടുത്തു, വാപ്പാടിന് അറുത്തിട്ട് വെച്ച കത്തിയും എടുത്തു. എന്നിട്ട് തന്റെ കൂടപ്പറപ്പിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് വാപ്പാടിന്റെ കയ്യും കാലും കെട്ടിയതുപോലെ അനുജന്റെ കൈകാല് കെട്ടുകയാ. എന്നിട്ട് വാപ്പാടിന്റെ തല ചരിച്ച് കിടത്തിയതുപോലെ തന്റെ പൊന്നാര അനുജന്റെ കഴുത്തിങ്ങനെ തിരിച്ചു വെച്ചിട്ട് വാപ്പാടിന് അറുത്ത കത്തിയെടുത്തിട്ട് തന്റെ കൂടപ്പറപ്പിന്റെ കഴുത്തിലേക്ക് വെച്ചിട്ടങ്ങ് അമർത്തുകയാ. അല്ലാഹുവേ, ആ കത്തി കൊണ്ട് തന്റെ കൂടപ്പറപ്പിന്റെ കഴുത്തറുത്തങ്ങ് മാറ്റുകയാണ്. വാപ്പാടിന് അറുത്തത് കണ്ട പൊന്നുമോനാ. അനുജന്റെ കഴുത്ത് മുറിഞ്ഞിട്ട് റബ്ബേ, അവൻ കിടന്ന് മരണപ്രാളത്തിൽ പിടയുകയാ. മരണപ്രാളത്തിൽ കിടന്ന് പിടയുകയാ. കയ്യിലിരുന്ന കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൂടപ്പറപ്പ് മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടിട്ട് പേടിച്ചുകൊണ്ട് ആ മൂത്ത മകൻ ഓടുകയാ. അല്ലാഹുവേ, കഴുത്തറ്റ് പോയിട്ടാ 2ാമത്തെ പൊന്നുമോൻ അവിടെ കിടന്ന് മരണപ്പെടുകയാണ്. ജാബിർ തങ്ങളുടെ മൂത്ത മകന് പേടിച്ച് വിറച്ചിട്ട് ഓടുകയാണ്. ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുമ്പോ അവന്റെ കാല് തെറ്റിയിട്ട് താഴെ വീഴുകയാണ്. അവന്റെ തല വന്നൊരു കല്ലിലടിച്ചിട്ട് റബ്ബേ, അവന്റെ തല പൊട്ടി തലച്ചോറ് പോലും വെളിയിലേക്ക് തെറിക്കുകയാ. ഒന്ന് കരയാൻ
പോലും കഴിയാതെ ആ പൊന്നുമോനും അവിടെ കിടന്നു മരിക്കുകയാ. ഭാര്യയും ഭർത്താവും ഇറച്ചിക്കറിയും ചപ്പാത്തിയും ചിരിക്കുന്ന മുഖത്തോട് പരസ്പരം തമാശകൾ പറഞ്ഞ് രണ്ടുപേരും വീടിനകത്തിരിക്കുമ്പോ വീടിന്റെ പുറത്ത് നടന്ന ഒരു സംഭവമാ പെങ്ങള്. രണ്ടുപേരും ഒന്നും അറിയുന്നില്ല. അവസാനം കുറെ സമയം കഴിഞ്ഞു. അല്ലാഹുവേ, ചപ്പാത്തിയതാ ഉണ്ടാക്കുമ്പോ നെയ് തീർന്നു പോയി. പ്രിയപ്പെട്ട ഭാര്യ നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ മാദല്ലാ ഒരുമ്മ പാടില്ലാത്ത കാഴ്ചയോ. തന്റെ രണ്ടാമത്തെ മകന്റെ തലയും ശരീരവും വേർതിട്ട് പടച്ചവരെ മരിച്ചു കിടക്കുന്ന കാഴ്ചയാ. ആ ഉമ്മയങ്ങ് തളർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. വാപത്തി പിടിച്ചിട്ട് പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ. പടച്ചവരെ ഭർത്താവിനെ വിളിച്ചില്ല, നാട്ടുകാരെ വിളിച്ചു കൂട്ടിയില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് ആ ഈമാനുള്ള പെണ്ണ് ചിന്തിച്ചു, അല്ലാ, ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാ. ഇത് പടച്ച റബ്ബ് തരുന്ന പരീക്ഷണമാ. തോറ്റുകൊടുക്കാ പാടില്ലല്ലോ. ഇന്ന് റസൂലുള്ള വീട്ടിലേക്ക് വരുന്ന ദിവസമാണല്ലോ. ഭർത്താവിനോട് പറഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കാ കഴിയില്ലല്ലോ. എന്നിട്ട് തന്റെ പൊന്നാര മകനെ വാരിയെടുത്ത് അല്ലാഹുവേ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നിട്ടൊരു തുണിയെടുത്ത് മറച്ചു വെച്ചു. മുന്നോട്ട് നടന്നു പോകുമ്പോ 9.5 മാസം ചുമന്നുകൊണ്ട് നടന്ന് കാത്തിരുന്ന് കിട്ടിയ പൊന്നുപോര് അവനും മരിച്ചു കിടക്കുകയാ. ആ പ്രിയപ്പെട്ട പെങ്ങള് തന്റെ പൊന്നാര മകനെ വാരിയെടുത്തിട്ട് ചുംബനം കൊടുക്കുകയാണ്. ആ പിഞ്ചുമോന്റെ ശരീരം എടുത്തുകൊണ്ടുവന്ന് കൂടപ്പറപ്പിന്റെ കൂടെ ഇങ്ങനെ കിടത്തിയിട്ട് കണ്ണുനീര് തുടച്ചിട്ട് വീടിനകത്തേക്ക് കടന്നു പോവുകയാ. ഭർത്താവിനോട് പറഞ്ഞില്ല. എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും ഇങ്ങനെ വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങകലെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരികയാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരുന്നു. 2 സഹാബത്ത് കൂടെയുണ്ട്. ആ സമയത്ത് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജാബിറിന് 2 ആമക്കളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാവൂ നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്ന് പറയുകയാ. പ്രവാചകൻ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ജാബിർ റളിയല്ലാഹു തആല ചിരിക്കുന്ന മുഖത്തോട് അള്ളാന്റെ റസൂലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വീടിനകത്ത് കയറിയിരുന്നു. കടിക്കാ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാന്റെ റസൂല് വിളിക്കുന്നു, ജാബിറേ, നിങ്ങളുടെ മക്കളെ കൂടെ വിളിക്ക് ജാബിറേ. അള്ളാന്റെ റസൂല് പറയേണ്ട താമസമുണ്ടല്ലോ. ജാബിർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നമ്മുടെ മക്കളെ വിളിക്ക് പെണ്ണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല. അള്ളാന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. രണ്ടാമതും ജാബിർ തങ്ങൾ പറഞ്ഞു, മക്കളെ വിളിക്കാറ്. അപ്പോഴും അതേ മറുപടിയാണ് പറഞ്ഞത്. മൂന്നാമതും, പെണ്ണെ, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടുമ്പോ നീ എന്തിനാണ് തടസ്സം നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജാബിർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വഴക്ക് പറയുമ്പോ, അല്ലാഹുവേ,
തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അതാ മറച്ചു കിടത്തിയിരിക്കുന്ന 2 മക്കളുടെ മയ്യത്തങ്ങ് മാറ്റി കാണിക്കുമ്പോ ജാബിർ തങ്ങൾ തളർന്നു വീഴുകയാണ്. പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ. താങ്ങാ കഴിയോ? എന്താണ് സംഭവിച്ചെന്നത് പോലും അറിയാതെ പിഞ്ചുമക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് ജാബിർ തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ, അല്ലാഹുവേ, സാലിഹായ ഭാര്യയുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് ആ പെണ്ണ് ചോദിച്ചു, ജാബിറേ, കരയുകയാണോ ജാബിറേ? കരയുകയാണോ ജാബിറേ? തോറ്റുകൊടുക്കല്ലേ ജാബിറേ, തോറ്റുകൊടുക്കല്ലേ ജാബിറേ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ ജാബിറേ. നമ്മുടെ വീടിനകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത് ആരെന്നറിയുവോ? നമ്മുടെ വാപ്പയെക്കാല്, നമ്മുടെ ഉമ്മയെക്കാല്, നമ്മുടെ മക്കളെക്കാല്, നമ്മളെക്കാല്, നമ്മുടെ സർവ്വതിനെക്കാല് ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട റസൂലുള്ളാഹിയുടെ വീടിനകത്തിരിക്കുന്നത് മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാടോ ജാബിർ? കണ്ണുനീര് തുടക്കി ജാബിർ. റസൂലുള്ളാഹിയോട് പറയല്ലേ, ഭക്ഷണം കഴിച്ചതിന് ശേഷമേ പ്രവാചകരോട് പറയാവൂ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ. എന്നിട്ട് കയ്യിൽ പിടിച്ച അല്ലാഹുവേ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ചോദിച്ചു, ജാബിറേ, മക്കളെവിടെ? ഭക്ഷണം കഴിക്കുക യാ റസൂലല്ലാഹ്. അങ്ങ് കഴിച്ചോ നബിയേ? പ്രവാചകൻ പിന്നെയും ചോദിച്ചു, മക്കള് ജാബിറെവിടെ? ഭാര്യ പുറകിൽ നിന്ന് പറഞ്ഞു, അവര് കളിക്കുകയാണെന്ന് പറയാ. പക്ഷേ ജാബിർ തങ്ങൾ ഓടിച്ചെന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട്, യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയുടെ മുഖത്ത് നോക്കി കള്ളം പറയാ കഴിയുന്നില്ല നബിയേ. എന്റെ മക്കള് 2 പേര് പോയി നബിയേ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ മാതാപിതാക്കളോട് ഈ ചരിത്രം പറഞ്ഞു തരുന്ന ഗുണപാഠം എന്തെന്നറിയോ? പ്രായപൂർത്തിയാകാത്ത മക്കള് നമ്മുടെ വീട്ടിലുണ്ട്. ചെയ്യുന്നത് മുഴുവനും സൂക്ഷിച്ചിട്ട് വേട ചെയ്യാ. നമ്മുടെ മക്കളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ആർക്കാ താങ്ങാൻ കഴിയോ? ആർക്കാ താങ്ങാൻ കഴിയോ? സ്വന്തം മക്കളുടെ മയ്യത്ത് പടച്ചവന് കണ്ണ് നിറയാതെ കുളിപ്പിക്കാൻ കഴിയുമോ? പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവരുടെ മയ്യത്തിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടാ. നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടല്ലാതെ ഏത് വാപ്പയ്ക്കാ താകാ കഴിയോ? എന്റെ പ്രിയമുള്ളവര്, ഞാൻ ദൈവത്തിൽ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിച്ച പല കൂട്ടുകാരും ഈ സദസ്സിലിരിപ്പുണ്ട്. എല്ലാവർക്കും അറിയാ, പടച്ചവരെ നൗഷാദ് മൗലവിക്കറിയാ, പടച്ചവരെ റിയാസ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ. അല്ലാഹുവേ, വിവാഹം പോലും കഴിച്ചിട്ടില്ല. പടച്ചവരെ ഞങ്ങളുടെ കൂടെ കളിച്ചു ചിരിച്ച് നടന്നവരാ. അല്ലാഹുവേ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അറിഞ്ഞത് അവനെ മരണപ്പെട്ടു പോയി. പടച്ചറപ്പേ, കബറടക്കുന്ന സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, സിറാജേ, 33 കൊല്ലം പോറ്റി വളർത്തി എന്റെ പൊന്നുമോ പോയടാ. ആർക്കാ താങ്ങാൻ കഴിയാ? രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന മക്കള് വൈകുന്നേരം വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ വെട്ടിക്കീറി വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന എത്രയോ കാഴ്ചകൾ കണ്ടവരാ. അല്ലാഹുവേ, അങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാ. ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ.
പടച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ദുആ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു സൂറത്ത് ഓതുമ്പോ കരയണത്, കരച്ചില് വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞ സൂറത്ത് പറഞ്ഞ് ദുആ ചെയ്യാ പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. സംഘടന വളർത്താനല്ല, അല്ലാഹുവേ അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ വലിയവരാകാനല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനന്തര അവകാശികളായ ആലിമീങ്ങളാകാ പഠിക്കുന്ന 60 മക്കള് നമ്മുടെ മുന്നിൽ നിരന്നിരിപ്പുണ്ട്. ഈ നാടിന്റെ വെളിച്ചമോ, ഈ നാടിന്റെ വെളിച്ചമോ. എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടിയാണ് അല്ലാഹുവേ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്തതികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പെടുത്തണേ അല്ലാ എന്ന ഒരു നിയ്യത്തോടെ ഒരു നല്ല സദഖ എടുത്തു. അല്ലാഹുവേ, ആരാണോ ഒരു നല്ല സദഖ കൊടുക്കുന്നത്, റബ്ബേ അവരുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഉമ്മയെയും ഉപ്പയെയും കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളിൽ അല്ലാഹുവേ ഈ സദഖ കൊടുക്കുന്നവരെയും അവരുടെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ സദഖ അതിലൊരു സബബാക്കണേ അല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് അഭിനയിച്ചുകൂടെ? കരയണോന്ന് ഞാൻ പറയണില്ല, ഒന്ന് അഭിനയിച്ചുകൂടെ? ഒരു സൂറത്ത് പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? മനുഷ്യ ബക്കറ ഒന്നുമല്ല, 6 വരിയേ ഉള്ളൂ. നിനക്ക് അറിയണ സൂറത്താ, ഓതിക്കൂടെ? നിയത്ത് ചെയ്യണ ഒരു കൈവക്ക്, നിയത്ത്. അൽഹംദുലില്ലാഹ്, മതിയിപ്പ. ഇന്നത്തെ വയല് കൊണ്ട് പ്രയോജനം ഉണ്ടായി. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എല്ലാരും ഓതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂടെ ഓതിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم. സൂറത്തു തകാസുർ ഓതുമ്പോ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണേ എന്ന് ത്വാഹ റസൂലുള്ളാഹി. അപ്പൊ കരയണമെന്ന് ഞാൻ പറയണില്ല, അഭിനയിച്ച് ഒരു ദിവസം അറിയാതെ കണ്ണ് നിറയും. അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട്, അധികം പേരും ഉസ്താദന്മാരാ, എന്നെക്കാളും അറിവുള്ളവനാ, ഞാനൊരു മുത്തഅല്ലിമാ. അതുകൊണ്ട് എനിക്ക് വഅദ് പറയാനൊന്നും അറിയില്ല ഒന്നുമില്ല. ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ തപ്പി പറക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെ ഉസ്താദന്മാരുടെയും മാതാപിതാക്കളുടെ ദുആ കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ എന്തെങ്കിലും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എന്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ പുറത്തു വരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ് ഇൻദക യൗമൽ ഖിയാമ. അർഹമർ റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹുവേ, ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ വെറുതെ തട്ടിക്കളയല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഉറപ്പാ. അല്ലാഹ് പടച്ചവനെ, ഒന്നും
വേണ്ട, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തന്നാ മതി പടച്ചവനെ. ഒരുപാട് പാപങ്ങൾ ചെയ്ത പാവികളാ റഹ്മാനെ. പടച്ചവനെ, നന്നാവാൻ ഒരവസരം കൂടെ താ റഹ്മാനെ, നന്നാവാൻ ഒരവസരം കൂടെ താ റഹ്മാനെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ എല്ലാ പാപങ്ങളും പുറത്തവരായി നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വാപ്പയും ഉമ്മയും പലരും ഖബറിനകത്താണ്, മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ, മർഹമത്ത് നൽകണേ റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഖബറിനകത്ത് കടന്ന് ദുആയ്ക്ക് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കൊടുക്കല്ലേ പടച്ചവനെ. അവര് ഖബറിൽ കടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി അവര് ദുആ ചെയ്യണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. വീടിനകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കരയുന്നത് കാണേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാക്കല്ലേ പടച്ചവനെ.